വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ മധുശ്രീയും ചന്ദ്രബോസും കൂടി അങ്ങനെ ശാലിനിയെ ഇല്ലാതാക്കണം എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ മോർച്ചറിയിലെ ഒരു ജീവനക്കാരൻ അവിടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം മോർച്ചറിയിലെ ജീവനക്കാരനല്ലേ താനെന്താ ഇവിടെ എന്നിങ്ങനെ മധുശ്രീ ചോദിക്കുമ്പോൾ ജില്ലാ കളക്ടർ കാണാനായിട്ട് വന്നിരുന്നു. മരിച്ച പെൺകുട്ടിയെക്കുറിച്ചും ബോഡിയെക്കുറിച്ചും ഒക്കെ ചോദിച്ചു എന്ന് പറയുകയാണ്. അന്നേരം താൻ എന്തെങ്കിലും വിട്ടു പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്കറിയില്ല, അങ്ങനെയൊന്നും സംഭവമില്ല എന്നൊക്കെ ഞാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ആ നടന്ന സംഭവം അയാളോട് വിവരിക്കുന്നുണ്ട്. ശാലിനിയും രാമേട്ടനും കൂടി മോർച്ചറിയിലേക്ക് വരുന്ന ആ ഒരു സംഭവം അയാളോട് ഞാൻ ആരാണെന്ന് സ്വയം പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞാണ് ശാലിനി സംസാരിച്ചു തുടങ്ങുന്നത്. അന്നേരം മേഡം അറിയാമെന്ന് പറയുന്നുണ്ട്. തുടർന്ന് മരിച്ച പ്രിയ എന്ന പെൺകുട്ടിയുടെ ബോഡിയെക്കുറിച്ചാണ് അറിയേണ്ടതെന്ന് പറയുമ്പോൾ അയാളൊന്ന് പരുങ്ങുന്നുണ്ട്. അന്നേരം ഇപ്പോൾ തന്നെ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായില്ലല്ലോ, ബാക്കി കൂടി പറയുമെന്ന് പറയുമ്പോൾ അയാളിങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണ്. അന്നേരം രാമേട്ടൻ അങ്ങോട്ട് വരട്ടുന്നുണ്ട്. ഒരു ജില്ലയുടെ കളക്ടറാണ് മുന്നിൽ നിൽക്കുന്നത്, എന്തും ചെയ്യാനായിട്ട് സാധിക്കും, മര്യാദയ്ക്ക് സത്യങ്ങൾ പറഞ്ഞോ എന്നിങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ 2-3 പേര് വന്നിട്ട് ബോഡി ചോദിച്ചു, അങ്ങനെ കൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ എങ്ങനെ ബോഡി കൊടുക്കുന്ന ഏർപ്പാടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അങ്ങനെയൊന്നുമില്ല, പക്ഷേ അവർ ഭീഷണിയുടെ സ്വരത്തിലൊക്കെയാണ് സംസാരിച്ചതെന്ന് പറയുമ്പോൾ പോലീസുകാരാണോ വന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല, പോലീസ് വേഷമൊന്നും അല്ലെന്ന് തോന്നുന്നു, ഇച്ചിരി ഉയരം കൂടിയ ആളായിരുന്നു എന്നൊക്കെ അയാൾ കള്ളമാണ് പറയുന്നത്. അന്നേരം രണ്ടാമത് കൂടെ ഉണ്ടായിരുന്ന ലേഡിയാണോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ തലകുനിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ എന്ന് ശാലിനി രാമേട്ടൻ നല്ല ഭീഷണിയുടെ സ്വരത്തിലാണ് ഇയാളോട് സംസാരിക്കുന്നത്. അന്നേരം അയാൾ പറയുന്നുണ്ട് അതേന്ന് സമ്മതിക്കുകയാണ്. തുടർന്ന് അപ്പോൾ ഇനി കൊണ്ടുപോയ ആളുകളെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം ഇനി കണ്ടാൽ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ മുഖം കണ്ടാൽ അറിയാം എന്ന് അയാൾ അവിടെ പറയുന്നുണ്ട്. തുടർന്ന് അപ്പോൾ ശാലിനിക്കൊരു ഫോൺ വരുമ്പോൾ ശാലിനി അവിടത്തേക്ക് ഇങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. രാമേട്ടനാണെങ്കിൽ പറയുന്നുണ്ട് ഇനി അവർ വന്നാൽ ഫോട്ടോ എടുത്ത് അയച്ചു തരണമെന്ന് ശാലിനി പറഞ്ഞതിന് ശേഷമാണ് ഫോൺ വരുന്നത്. അന്നേരം മാഡം പറഞ്ഞത് കേട്ടല്ലോ, ഇനി അവർ വരികയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുത്തതായി നമ്പറിലേക്ക് അയച്ചു തരണം, നമ്പർ നോട്ട് ചെയ്തോ എന്നും പറഞ്ഞ് രാമേട്ടൻ നമ്പർ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വരട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് ചോദിക്കുമ്പോൾ തനിക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല, കളക്ടർ മാഡം അല്ലേ കൂടെ ഉള്ളത്, തന്നെ രക്ഷിക്കും എന്നിങ്ങനെ പറയുകയാണ്. ആ സംഭവം അവിടെ ചന്ദ്രബോസിനോടും മധുശ്രീയോടും ഈ മോർച്ചറിയിലെ ജീവനക്കാരൻ പറയുന്നുണ്ട്. അന്നേരം അപ്പോൾ താൻ പറഞ്ഞത് ഇനി അവരെ കണ്ടാൽ മുഖം അറിയാമെന്നുള്ളതാണ് അല്ലേ എന്ന്. അപ്പോൾ അതിനുള്ള പ്രതിവിധി വല്ലതും ഉണ്ടോ എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുമ്പോൾ മോളെ നീ ആ സത്യവാചകം ഒന്നുകൂടി ഇവനെ കൊണ്ട് നന്നായിട്ട് ശരിക്ക് കേൾപ്പിച്ചു കൊടുത്തേന്നൊക്കെ മധുശ്രീയോട് പറയുന്നുണ്ട്. തുടർന്ന് പിന്നെ ചന്ദ്രബോസ് പറയുകയാണ് പോലീസിൻ്റെ വിദ്യയിൽ നല്ല മറുമരുന്നുണ്ട്, ഇനി ഞങ്ങളെ അറിയാമെന്നെങ്ങാനും പറഞ്ഞാൽ കണങ്കാൽ കുത്തി പൊട്ടിക്കും, പിന്നെ വിച്ചാത്തി കയറ്റും എന്നൊക്കെ ഒരുപാട് ഭീഷണിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അന്നേരം എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ സാറേ ഞാൻ എന്നൊക്കെ പറഞ്ഞ് അയാളൊരു ദയനീയ അവസ്ഥയിൽ നിൽക്കുകയാണ്. തുടർന്ന് മധുശ്രീ പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് ക്യാഷ് തൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കും, താൻ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്താണ് ആ ക്യാഷ് ഉള്ളത്, അപ്പോൾ താൻ ഇനി അവർ വരുമ്പോൾ മുഖം അറിയാമോ ഇല്ലയോ എന്ത് പറയുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുമെന്ന് ഇയാൾ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ തനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ എന്നിങ്ങനെ ചന്ദ്രബോസ് ചോദിക്കുന്നുണ്ട്. ജീവിച്ചു പോകണ്ടേ സാറേ എന്ന് പറയുകയാണ്. തുടർന്ന് അയാളോട് പോകാൻ പറയുകയാണ്. അന്നേരം താൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് ക്യാഷ് വരും, വേറൊരു പ്രശ്നവും ഉണ്ടാവില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും പോലീസിനോടാണ് കളിക്കുന്നതെന്ന് ഓർമ്മ വേണം, താൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ ഭീഷണിപ്പെടുത്തുമ്പോൾ അയാൾ സമ്മതിക്കുന്നുണ്ട്. തുടർന്ന് ക്യാഷ് കൊടുത്ത് അയാളെ ഒതുക്കുകയുമാണ് ചെയ്യുന്നത്. തുടർന്ന് അയാൾ അവിടെ നിന്നും പോവുകയാണ് ചെയ്യുന്നത്. അന്നേരം ഈ മധുശ്രീയും പിന്നെ ചന്ദ്രബോസും തമ്മിൽ വീണ്ടും സംസാരിക്കുകയാണ്. ശാലിനി തങ്ങളുടെ അടുത്ത് എത്തുമെന്നുള്ളൊരു ചിന്ത അവർക്കുള്ളിൽ വരുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് കളക്ടറുടെ ചേംബറാണ് കാണിക്കുന്നത്. അവിടെ അനുപല്ലവി വന്ന് ശാലിനിയോട് സംസാരിക്കുന്നുണ്ട്. ആ മോർച്ചറിയിലെ ജീവനക്കാരൻ ആളൊരു പെശക് തന്നെയാണ്, നമ്മളവിടെ ചാരന്മാരെ നിർത്തിയത് നന്നായി, അയാളും മേഡമൊക്കെ പോയതിനു ശേഷം അയാൾ നേരെ ചന്ദ്രബോസിനെയും മധുശ്രീയും കാണാൻ വേണ്ടി തന്നെയാണ് പോയത്, അവരുമായിട്ട് സംഭാഷണമൊക്കെ നടത്തി എന്ന് പറയുമ്പോൾ അയാളെ കണ്ടപ്പോഴേ എനിക്കങ്ങനെ തോന്നിയതാണ്, അതുകൊണ്ടാണ് ഒരു സ്പൈ വർക്ക് പറഞ്ഞത്, കള്ളലക്ഷണം തന്നെയാണ്, കുപ്പിയും പണവും ഒക്കെ ഉണ്ടെങ്കിൽ അയാൾ എന്തും ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അവിടെ കൊണ്ടുപോയി കത്തിച്ചത് ഈ പ്രിയ എന്ന പെൺകുട്ടിയുടെ ബോഡി തന്നെയാണ്, ചന്ദ്രബോസാണ് ഇതിനിടയിൽ കളിച്ചത്, വിഷ്ണുവേട്ടനെ അകത്താക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ അവർക്കുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ് ഈ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആ മരിച്ച പെൺകുട്ടിയുടെ വീട്ടുകാർ പിന്നെ എന്തെങ്കിലും വന്നോ, ആ കേസ് ഒന്നുകൂടി കുത്തിപ്പൊക്കാനായാൽ ചന്ദ്രബോസിനെ ഒന്ന് പൂട്ടാൻ സാധിക്കുമെന്ന് പറയുകയാണ്. അന്നേരം ആ അച്ഛൻ ഇപ്പോൾ പണ്ടത്തെ പോലെ പരാതിയൊന്നുമില്ല, അത്രയ്ക്ക് പരിഭവമൊന്നുമില്ല, ആ ഒരു പതുങ്ങിയ മട്ടാണെന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ചന്ദ്രബോസ് ആ അച്ഛനെ ഭീഷണിപ്പെടുത്തി കാണുമെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ഇനി മക്കളുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം 2 സഹോദരിമാർ കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ അത് തന്നെ കാര്യം, പോയതോ പോയി, അപ്പോൾ ഉള്ളതിനെയെങ്കിലും രക്ഷിക്കണ്ടേ, അപ്പോൾ അയാളുടെ ഭീഷണിക്കുള്ളിൽ വഴങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ പൈസ കൊടുത്ത് ഒതുക്കി കാണും എന്നവിടെ അവർ മനസ്സിലാക്കുകയാണ്. തുടർന്ന് ഇയാളെ ഇങ്ങനെ കയറൂരി വിട്ടാൽ ശരിയാവില്ലല്ലോ മാഡം എന്നിങ്ങനെ അനുപല്ലവി പറയുമ്പോൾ ചന്ദ്രബോസ് എന്ന് പറയുന്ന ഒരു പക്ക ക്രിമിനൽ തന്നെയാണ്, ബിവെയർ ഓഫ് ഡോഗ് എന്നല്ല ബിവെയർ ഓഫ് ചന്ദ്രബോസ് എന്നാണ് പറയേണ്ടത്. ഒന്നുകിൽ നിയമത്തിന് മുന്നിൽ ഇയാളെ കൊണ്ടുവരണം, അല്ലെങ്കിൽ സ്വയം വെച്ചെല്ലാം കീഴടങ്ങി പോകണം. എന്തായാലും
അനിമൽ സ്വയം വെച്ച് കീഴടങ്ങി പോകില്ല, പക്ഷേ പിന്നെ നിയമത്തിന് മുന്നിൽ പൂട്ടുകയല്ലാതെ വേറൊരു വഴിയുമില്ല എന്നിങ്ങനെ ശാലിനി ചിന്തിച്ചിരിക്കുന്നുണ്ട്. ഇതേസമയം മധുശ്രീയുടെ ആൾക്കാരാണെങ്കിൽ കാർത്തികയും കൊണ്ട് കാറിൽ ഇങ്ങനെ മാറി താമസിപ്പിക്കാനായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സിഗ്നലിൽ ഇങ്ങനെ വണ്ടി നിർത്തുമ്പോൾ കുറേ നേരം ആ സമയം നിർത്തിയിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് അടുത്ത സൈഡിൽ തന്നെ വണ്ടി ഒരു സ്കൂട്ടിയിൽ പ്രകാശന കൊറിയർ സർവീസ് പ്രകാശ് കൊണ്ടുവന്ന് വണ്ടി നിർത്തുന്നുണ്ട്. അന്നേരം കാർത്തിക് പ്രകാശിനെ കാണുന്നുണ്ട്. വിളിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ പ്രകാശ് ആദ്യം നോക്കുന്നില്ല. പക്ഷെ ഒന്നല്ല തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കാർത്തികയെ പ്രകാശം കാണുന്നുണ്ട്. പക്ഷേ ഗുണ്ടകളാരും ഇവർ പ്രകാശം കണ്ട കാര്യമൊന്നും കാണുന്നില്ല. വണ്ടി എടുത്ത് സിഗ്നൽ മാറുമ്പോൾ പോകുന്നുണ്ട്. തുടർന്ന് പ്രകാശനാണെങ്കിൽ ശാലിനിയെ അനുപലവിയാണ് ഫോൺ ചെയ്യുന്നത്. കാർത്തികയെ ഇങ്ങനെ വണ്ടി കൊണ്ടുപോകുന്നു, എന്തോ ഒരു അപകടം മണക്കുന്നു എന്ന് പറയുമ്പോൾ ആ വണ്ടി കൺമുന്നിൽ തന്നെ ഉണ്ടല്ലോ, ഫോളോ ചെയ്തോളൂ, ലൊക്കേഷൻ അയച്ചു തരാൻ പറയുമ്പോൾ എൻ്റെ കൺമുന്നിൽ തന്നെ വണ്ടിയുണ്ട്, ഞാൻ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നുണ്ട്. തുടർന്ന് ഞങ്ങളും അങ്ങോട്ടത്തേക്കാണെന്ന് പറയുകയാണ്. രണ്ടുപേരും ഇങ്ങനെ നല്ല സ്പീഡിന് വണ്ടി പുറകെ പോകുന്നുണ്ട്. അന്നേരം കാർത്തികയാണെങ്കിൽ കുറച്ച് ദൂരം കഴിഞ്ഞ ശേഷം കാർത്തിക അങ്ങ് മയങ്ങുന്ന പോലെ ഉറങ്ങുന്നതായിട്ട് അങ്ങ് നടിക്കുകയാണ്. തുടർന്ന് കുറച്ചപ്പുറത്തേക്ക് എത്തിയ ശേഷം ഒരു കരിക്ക് വിൽക്കുന്നതിൻ്റെ അവിടെ കൊണ്ടു നിർത്തിയിട്ട് നമുക്കൊരു കരിക്ക് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ഗുണ്ടകൾ എല്ലാവരും കൂടി ഇറങ്ങുമ്പോൾ ഇവൾ ഉറങ്ങിയ അതിനകത്ത് ഇരുന്നോളൂ എന്ന് പറഞ്ഞ് അവർ കാർത്തികയെ ശ്രദ്ധിക്കുന്നില്ല. അതേസമയം പ്രകാശനും പുറകെ എത്തുന്നുണ്ട്. പ്രകാശ് അവരുടെ നീക്കങ്ങളൊക്കെ ശ്രദ്ധിച്ച് ശാലിനിയെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ഇവർ കരിക്ക് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാർത്തിക അങ്ങോട്ട് നോക്കുമ്പോൾ ആരും വണ്ടിക്കകത്തില്ലല്ലോ. തുടർന്ന് കയ്യിലെ കെട്ട് എങ്ങനെയെങ്കിലും അഴിക്കുന്നുണ്ട്. അതിനുശേഷം വായിലെ പ്ലാസ്റ്ററും എടുത്ത് കളഞ്ഞിട്ട് ഇറങ്ങി ഓടുകയാണ് കാറിൽ നിന്നും. അന്നേരം അവരത് കാണുന്നുണ്ട്. അവളിറങ്ങി ഓടിയെന്നും പറഞ്ഞ് അവർ പിന്നാലെ ഓടുമ്പോൾ പ്രകാശനും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അതേസമയത്ത് ശാലിനിയും അനുപല്ലവിയും രാമേട്ടനോട് എത്തുന്നുണ്ട്. അന്നേരം അങ്ങോട്ട് ഓടി കാർത്തിക ഓടി അവർ പിന്നാലെ ഓടിയെന്ന് പ്രകാശൻ പറയുന്നുണ്ട്. അന്നേരം അങ്ങോട്ട് തന്നെയല്ലേ ഓടിയെന്ന് രാമേട്ടൻ ഒന്നുകൂടി ചോദിച്ചിട്ട് പിന്നാലെ ഓടുകയാണ്. തുടർന്ന് ഈ ഗുണ്ടകൾ കാർത്തികയെ പിന്തുടരുന്നുണ്ട്. കുറേ ദൂരെ ഈ കാർത്തിക മുന്നോട്ടങ്ങ് ഓടിയ ശേഷം അവിടെ ഒരു പഴയ ഒരു കിണറും ഒരു കുളിമുറിയും മാത്രമുള്ള ഒരു സ്ഥലം കാണുന്നുണ്ട്. അന്നേരം കുളിമുറിക്കകത്തേക്ക് കയറി കാർത്തിക ഒളിക്കുന്നുണ്ട്. അന്നേരം ഇവർ ചുറ്റുമൊക്കെ നോക്കുകയാണ്. ശാലിനിയൊക്കെ ഇങ്ങോട്ടത്തേക്ക് എത്തുന്നേ ഉള്ളൂ. തുടർന്ന് കാർത്തികയാണെങ്കിൽ കുറേ നേരം അതിനകത്ത് നിന്ന ശേഷം പതിയെ കുളിമുറിയിലെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് മുന്നോട്ടങ്ങ് ഓടുകയാണ്. അപ്പോൾ അവർ കാണുന്നുണ്ട്. അന്നേരം ഓടരുത് എന്ന് പറഞ്ഞിട്ട് അതിൽ ഗുണ്ടകളിൽ ഒരാൾ തോക്കെടുക്കുന്നുണ്ട്. അന്നേരം കാർത്തിക ഒരു നിമിഷം തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ആ കിണറ്റിൻ്റെ അടുത്തായിട്ടാണ് നിൽക്കുന്നത്. തുടർന്ന് കാർത്തിക ഒന്നുകൂടി ഓടാൻ ശ്രമിക്കുമ്പോൾ ഇയാൾ ഷൂട്ട് ചെയ്യുമ്പോൾ കാർത്തികയുടെ കയ്യിൽ കൊള്ളുന്ന കാർത്തിക പെട്ടെന്ന് നിലവിളിക്കുമ്പോൾ ആ കാല് തെറ്റി ആ പിറകിലെ കിണറ്റിനകത്തേക്ക് കാർത്തിക അങ്ങ് വീഴുകയാണ് ചെയ്യുന്നത്. അന്നേരം ഇവരെല്ലാവരും കൂടി ആ കിണറ്റിനകത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അന്നേരം അത് വെള്ളം ഇങ്ങനെ തിരകളൊക്കെ മാത്രം കാണിക്കുന്നുണ്ട്. അന്നേരം ഇവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പിറകെ ശാലിനിയും അനുപല്ലവിയും ഒക്കെ എത്തുകയാണ്. അന്നേരം ഈ ഗുണ്ടകൾ അവരെയും കാണുന്നുണ്ട്. അന്നേരം ഇനി ഇവിടെ നിന്നാൽ പ്രശ്നമാണ്, അവളെ തിരക്കി വന്നവരാണെന്ന് തോന്നുന്നു, നമുക്ക് പോകാമെന്ന് പറയുകയാണ്. അന്നേരം ആ വെടിവെച്ച ആൾ തിരിഞ്ഞ് നിൽക്കുമ്പോൾ വേണ്ട നോക്കണ്ട നമുക്ക് പോകാമെന്നും പറഞ്ഞിട്ട് അവർ ഇയാളെയും വിളിച്ചുകൊണ്ടങ്ങ് പോകുന്നുണ്ട്. പക്ഷേ ശാലിനിയും അനുപല്ലവിയും ഒക്കെ വരുമ്പോൾ അവർ കിണറ്റിൽ വീണു എന്നുള്ളൊരു ഊഹം അവർക്കില്ല. അവർ വന്ന് ചുറ്റുമൊക്കെ ഇങ്ങനെ നോക്കുകയാണ്, കാർത്തിക അവിടെ എങ്ങാനും ഉണ്ടോ എന്നുള്ള രീതിക്ക്. അങ്ങനെ പക്ഷേ അവർ കിണറ്റിനകത്തേക്ക് നോക്കുന്നില്ല. ഇത്രയും ആകുമ്പോഴേ എപ്പിസോഡ് അവസാനിക്കുന്നുള്ളൂ. അപ്പോൾ കാർത്തിക കിണറ്റിനകത്ത് വീണു. അപ്പോൾ ഇനി വരുമ്പോൾ കണ്ടുപിടിക്കുമായിരിക്കും കാർത്തികയെ. ഇതിപ്പോൾ കഴിഞ്ഞ എപ്പിസോഡാണ്. പുതിയ എപ്പിസോഡ് ഇപ്പോൾ ഒരു 2 ദിവസമായിട്ട് ആപ്പിൽ ലോഡ് ചെയ്യുന്നില്ല. എന്താണ് കാരണമെന്ന് അറിയില്ല. അറിയുകയാണെങ്കിൽ പറയാം. ഓക്കെ, താങ്ക് യു.